തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ഒപ്പം തന്നെ പോളിംഗ് മെയ് 10 നടക്കുമെന്നും കമ്മീഷൻ അറിയിക്കുന്നു. എബി ജോൺ തോമസ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. എബി, കർണാടക രാജ്യം ഉറ്റുനോക്കിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കർണാടക തെരഞ്ഞെടുപ്പ്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് തെരഞ്ഞെടുപ്പ് നടപടികളുടെ കാര്യക്ഷമതയ്ക്ക് ഉദാഹരണം. ഒപ്പം തന്നെ പോളിംഗ് മെയ് 10 നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് 10 നടക്കും. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പില്ല. വയനാട് പാർലമെന്ററി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പില്ല. ജലന്ധറിൽ മാത്രമാണ്, പാർലമെന്റ് മണ്ഡലമായ ജലന്ധറിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ മെയ് 13 നടക്കുക. വിവരങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, അവസാനം ആ ഒരു സസ്പെൻസ് പൊളിഞ്ഞു. കാരണം വയനാട്ടിൽ എന്ത്, അല്ലെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് എന്നൊരു ചോദ്യമായിരുന്നു ഇന്ന് രാവിലെ വരെ നിലനിന്നിരുന്നത്. എന്തായാലും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഇല്ല, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു തീയതി പ്രഖ്യാപിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കർണാടക തെരഞ്ഞെടുപ്പ് മെയ് 10 പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. ഒപ്പം തന്നെ മെയ് 13 വോട്ടെണ്ണൽ ഉണ്ടാകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് വാർത്താ പ്രധാനമായിട്ടും ഈ രണ്ട് വിഷയങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്? ഗീസ്, എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനമാണ് നമ്മളിപ്പോൾ കണ്ടത്. കർണാടകയിൽ മെയ് 10 ഒറ്റഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടക്കും. 13-ാം തീയതി വോട്ടെണ്ണൽ നടക്കും ഇങ്ങനെയാണ്. ഇതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. വോട്ടെടുപ്പ് മെയ് 10, ഒപ്പം തന്നെ വോട്ടെണ്ണൽ മെയ് 13. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ വയനാട്ടിലെ കാര്യത്തെക്കുറിച്ച് വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് 10 നടക്കും, മെയ് 10 നടക്കും. ഒപ്പം തന്നെ 13-ാം തീയതി വോട്ടെണ്ണൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധിയായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച കൂട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് 80 വയസ്സിന് മുകളിലുള്ളവർക്കും ഒപ്പം തന്നെ ശാരീരിക പരിമിതി നേരിടുന്നവർക്കും വീട്ടിൽ തന്നെ ഇരുന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അവസരം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ചില ആശങ്കകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവെക്കുന്നു. അതായത് ഈ നഗരങ്ങളിൽ താമസിക്കുന്നവർ, അവർ ഈ വോട്ടെടുപ്പുമായി, അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അത് ആശങ്കാജനകമായിട്ടുള്ളൊരു വസ്തുതയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് 30-ാം തീയതി, വോട്ടെടുപ്പ് 10-ാം തീയതി, മെയ് 10-ാം തീയതി, വോട്ടെണ്ണൽ മെയ് 13-ാം തീയതി, അങ്ങനെയാണ് വ്യക്തമാക്കിയത്. അതായത് മാർച്ച് 30-ാം തീയതി മുതൽ അവിടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വോട്ടെടുപ്പ് മെയ് 10-ാം തീയതിയും വോട്ടെണ്ണൽ 3 ദിവസത്തിന് ശേഷം മെയ് 13-ാം തീയതിയും നടക്കും. വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടുകൂടി തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. എന്തായാലും ആകെ 5,21,00,000 വോട്ടർമാരാണ് കർണാടകയിൽ ഉള്ളത്. ഇതിൽ 2.59 കോടി സ്ത്രീകളും 2.62 കോടി വോട്ടർമാർ പുരുഷന്മാരുമാണ്. 9 ലക്ഷത്തിലധികം വരുന്ന പുതിയ വോട്ടർമാരും ഇത്തവണത്തെ ഫലനിർണയത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീന ശക്തിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം പൂർത്തിയായിരിക്കുകയാണ്. വയനാട് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുന്നണികളെല്ലാം തന്നെ, പാർട്ടികളെല്ലാം തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 124 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കി കോൺഗ്രസ് നേരത്തെ തന്നെ അവരുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ എത്തിയാണ് അവിടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതും. ഒപ്പം തന്നെ 93
മണ്ഡലങ്ങളിലാണ് JDS ഇത്തവണ മത്സരിക്കുന്നത്. 124 ഇടങ്ങളിൽ കോൺഗ്രസും മത്സരിക്കുന്നുണ്ട്. BJP ഇതുവരെയും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടില്ല. ഈ ആഴ്ച തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 224 മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. അതിൽ 113 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുന്നവരാണ് ഭരണത്തിലേക്ക് എത്തുക. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിരുന്ന 104 സീറ്റുകൾ നേടി BJP ആദ്യം ഒറ്റക്കക്ഷിയായി. അതിനുശേഷം കോൺഗ്രസും JDSും കൂടി സംയുക്തമായി സർക്കാർ രൂപീകരിക്കുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ, രാഷ്ട്രീയ നാടകങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം BJP അധികാരത്തിലേക്ക് എത്തുന്നു. കുതിരക്കച്ചവടം ഉൾപ്പെടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിലൊക്കെ കർണാടക സാക്ഷിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലെല്ലാം തന്നെ BJP കോൺഗ്രസ് MLA-മാരെ, കോൺഗ്രസിന്റെ ആദ്യം 2 MLA-മാർ, അതിനുശേഷം 13 MLA-മാർ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോകുന്നു. JDSന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തന്നെ 5 MLA-മാർ JDSൽ നിന്ന് പോകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കൂറുമാറ്റങ്ങളെല്ലാം തന്നെ നടന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. 2018 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫലം വരുന്ന സമയത്ത് BJP 104 സ്ഥലത്തും, BJPക്ക് 104 സീറ്റുകളും, ഒപ്പം തന്നെ കോൺഗ്രസിന് 80-ഉം JDSന് 37-ഉം മറ്റുള്ളവർക്ക് 3 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ 118 സീറ്റാണ് BJPക്കുള്ളത്. 72 സീറ്റ് 80-ൽ നിന്നും കോൺഗ്രസ് 72ആയി, JDS 37-ൽ നിന്നും 32ആയി. അങ്ങനെ ആ രീതിയിൽ BJP അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും BJP അധികാരത്തിലേക്ക് വരുന്ന ഒരു ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെ അവർക്ക് അധികാര തുടർച്ച ഉണ്ടാകും, ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. 150 സീറ്റുകളിൽ വിജയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ JDSും ഒപ്പം തന്നെ കോൺഗ്രസും ശക്തമായ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വലിയ രീതിയിലുള്ള ഈ ഭരണവിരുദ്ധ വികാരമെല്ലാം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ആ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസും JDSും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി രംഗത്തുള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും JDSൻ്റെയും ഒക്കെ ഒരു തീരുമാനം. ആ ഒരു വിഷയങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നതോടൊപ്പം തന്നെ അഴിമതിയും ഭരണവിരുദ്ധ വികാരവും എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് BJPയെ പ്രതിരോധത്തിലാക്കാം, BJPയെ താഴെയിറക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിനും JDSനും ഉള്ളത്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും വലിയ പദ്ധതിയുടെ ഉദ്ഘാടനങ്ങളും എല്ലാം തന്നെ നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ എത്തി ആണ് കർണാടകയിൽ BJPക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾ ശക്തമാക്കിയിരിക്കുന്നത്. വലിയ പ്രഖ്യാപനങ്ങളും വലിയ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തെ 8 തവണ പ്രധാനമന്ത്രി കർണാടകയിൽ സന്ദർശനം നടത്തുകയും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് BJP കടന്നു പോകുന്നത് എന്നുള്ളതിൽ യാതൊരു തര സംശയവുമില്ല നമുക്ക്. കാരണം ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമാണ് കർണാടകയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും BJPയുടെ പതിവ് പല്ലവിയായിട്ടുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ വികസനം വലിയ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള ആ ഒരു BJPയുടെ പ്രഖ്യാപനം കൂടി ഇത്തരത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ വയനാട്ടിൽ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷദ്വീപിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാവണം ഇത്തവണ വയനാട്ടിൽ തിടുക്കപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ലക്ഷദ്വീപിൽ വലിയ രീതിയിൽ തിരിച്ചടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം തെറ്റായിരുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വിശകലനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാവണം ഇത്തവണ വയനാട്ടിൽ ഈ ഒഴിച്ചിട്ടിരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ അവിടെ വളരെ വേഗം ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുനിന്നത്.
എബി സൂചിപ്പിച്ചതുപോലെ അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ലോക്സഭയിൽ നിന്നും ഒഴിവുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വയനാടും ഉൾപ്പെടുത്തി എന്ന വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. എന്തായാലും ഈ മുഹമ്മദ് ഫൈസലിനെതിരായിട്ടുള്ള നീക്കത്തിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആകാം ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗത്തുമുണ്ടായിരിക്കുന്നത്. എന്തായാലും വയനാട് തന്നെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോൾ ലഭ്യമാകുന്നു. ഇപ്പോൾ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിനുള്ളത്, സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിനും. എന്നിരുന്നാൽ പോലും CPM ഘടകത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം CPM വലിയ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് കണ്ണുവെച്ചിരുന്നു. കാരണം ആരെ മത്സരിപ്പിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഏത് രീതിയിൽ CPM-ന് ഒരു വെല്ലുവിളിയായി മാറും അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായി മാറും? വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് CPM നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പ് വന്നാൽ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളെ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് ആ ഒരു പ്രതികരണത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ആ ഒരു ഒപ്പം നിന്നുള്ള ആ ഒരു പോരാട്ടം നടത്താനായിട്ടുള്ളൊരു സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ ഉറപ്പായും CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും തന്നെ ഇല്ല. ആ ഒരു രീതിക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു ആ രീതിയിൽ അതൊരു തിരിച്ചടി എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ടോ എന്നതാണ് പ്രധാനമായിട്ടും ഉള്ള ഒരു ചോദ്യം. ഏത് നിലയിലാണ് അത്തരത്തിലൊരു തിരിച്ചടി എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചും ആശങ്കയുണ്ട്. ഉറപ്പായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും CPM-നോ അല്ലെങ്കിൽ കോൺഗ്രസിനായാലും സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതുണ്ട്. വലിയ ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ള, അതായത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ള ആ ഒരു മണ്ഡലം എന്ന നിലയിൽ അവിടെ ശക്തമായ രീതിയിലുള്ള ഒരു ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശക്തയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെ, അതായത് രാഹുൽ ഗാന്ധി അയോഗ്യനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന സമയത്ത് തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും അവിടെ ആരെയും മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അല്ലെങ്കിൽ അതിനെല്ലാം തന്നെ സജ്ജമാണ് എന്ന് KPCC അധ്യക്ഷൻ തന്നെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് എന്നത് ആ കാര്യത്തിൽ തന്നെ നമുക്ക് കൃത്യമായ രീതിയിൽ മത്സരിക്കും. കാരണം അവിടെ വയനാട്ടിൽ എല്ലാ കാലത്തും തന്നെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുമ്പോൾ പോലും കോൺഗ്രസിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. അവിടെ കോൺഗ്രസ് അല്ലാതെ മറ്റാരും തന്നെ വന്നിട്ടുള്ളത് വളരെ അത് ആ കാര്യത്തിലൊക്കെ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കോൺഗ്രസ് അല്ല മറ്റാരവിടെ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ഡലം എന്ന് തന്നെ അത് വയനാടിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ സീറ്റ് പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടക്കുന്ന സമയത്തും വയനാട് സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ട് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെയാണ് വന്നത്. ആ സമയത്ത് പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. വയനാട്ടിൽ കുറ്റിച്ചൂല് നിർത്തിയാൽ പോലും ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. അതിനുശേഷമാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നതെന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയോ ഒരു ആശങ്കയോ ഉണ്ടാക്കുന്ന ഒരു വിഷയമല്ല വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയവും മത്സരവും ഒന്നും തന്നെ. അതുകൊണ്ട് തന്നെ CPM-ന് ആ രീതിയിൽ വലിയ തലവേദനയാക്കേണ്ട ഒരു സാഹചര്യമില്ല. സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ മത്സരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി എന്ന നിലയിൽ അവരുടെ കടമയാണ്. അത് ഉറപ്പായും തന്നെ ഇടതുപക്ഷം അത് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒരു സഖ്യമുള്ളത് കൊണ്ട് പോലും അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് കേരളത്തിൽ നിലവിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ സർക്കാർ കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പൊതു ഐക്യം, അതായത് ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ കോൺഗ്രസ് മാത്രം മത്സരിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ കൊടുക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണം എന്ന നിലയിൽ കേരളത്തിൽ എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് CPM-ന് അത് വലിയ രീതിയിലൊരു തിരിച്ചടിയല്ല. കാരണം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ കോൺഗ്രസിന്റെ ഈസി വാക്ക് ഓവർ കിട്ടുന്ന ഒരു സ്ഥലമാണ്, വലിയ രീതിയിൽ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആ ഒരു നിലയ്ക്ക് തന്നെയാവണം CPM ആ ഒരു വിഷയത്തെ കാണുന്നത്. ഒപ്പം എന്തായാലും
വയനാട്ടിൽ നിലവിൽ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നില്ല, ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ലക്ഷദ്വീപിൽ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷദ്വീപ് വിഷയത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു തിരിച്ചടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗീസ്, വ്യക്തമാണ്. കർണാടക തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് 10-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മെയ് 13-ന് വോട്ടെണ്ണൽ നടക്കും. വോട്ടെടുപ്പ് മെയ് 10-നാണ് നടക്കുക. അതേസമയം വയനാട്ടിലേക്ക് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വേണ്ട അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പില്ല എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന്.